ശുദ്ധമായ ചെറുതേൻ കണ്ടില്ലേ, നല്ല ഔഷധ ഗുണമുള്ള ചെറുതേനാണിത്. നൗ ഗോയിങ് ടു ഹാർവെസ്റ്റ് ദ സ്റ്റിംഗ്ലെസ് ബീസ് ഹണി. അപ്പോൾ യു ക്യാൻ സീ ദ ഓൾ പ്രോസസ് ഓഫ് ഹാർവെസ്റ്റിംഗ് ഹണി. അപ്പോൾ നമ്മളിന്ന് ചെറുതേന് വിളവെടുക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പം ശരിക്കും ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എത്ര ഒരു കൂടൊക്കെയാണ് ഒരു സ്റ്റാൻഡിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. 2 കൂടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒരു സ്റ്റാൻഡിൽ 2 കൂടാണ്. അപ്പോൾ 2 രീതിയിൽ ഇത് 2-3 മെത്തേഡിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതേൻ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു മെത്തേഡ് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ടൂളുണ്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞീച്ചകളെയൊക്കെ അതുപോലെ തന്നെ റാണീനെയൊക്കെ വളരെ സേഫായിട്ട് കാണുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ കൂട്ടിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നമുക്ക് ഇടാൻ കഴിയും. ഇത് സിമ്പിൾ മെത്തേഡാണ്. കണ്ടില്ലേ, ഇതിൽ വിശദീകരണത്തിനൊന്നും കാര്യമില്ല, സിമ്പിൾ മെത്തേഡ്. ഓക്കെ, ഇതിനിടയിൽ ഈച്ച വീണ ഒന്ന് പെട്ടെന്ന് ജാമാവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് ഒരു ചെറിയൊരു നെറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു കടലാസം എന്തോ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ കറക്റ്റ് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് തേന് വിളവെടുക്കാനുള്ള ഒരു പാത്രം, ഒരു സ്റ്റീലിൻ്റെ പാത്രം, അതിലൊരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ സ്പൂണും വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും ചെറുതേൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു കാലിക്കൂട് എപ്പോഴും കരുതണം. ഓക്കെ, ഒരു കാലിക്കൂട് കരുതണം. എന്തിനാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്ത് രീതിയിലാണ്, കുപ്പിയിൽ ഈച്ചനെ പിടിച്ചിട്ട് നമുക്ക് കോളി തുറക്കാം. കുപ്പിയിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ എൻട്രൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈച്ചനെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തേനെടുക്കാം. അപ്പം ഒരുപാട് ഈച്ചകൾ നഷ്ടപ്പെടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ റാണി എവിടെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഈ കുപ്പി വെച്ചിട്ട് 2-3 അങ്ങനെ തട്ട് തട്ടുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് റാണി തേൻ കുമ്മളുകൾക്ക് ഇടയിലൂടെയൊക്കെ പോയി അവിടെ ഒളിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ തേനൊക്കെ ഇടുമ്പോൾ റാണി മിസ്സാവും. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യലില്ല. അപ്പോൾ ഞാനത് പങ്കുവെച്ചെന്ന് മാത്രം. അപ്പോൾ കുപ്പിയിൽ പിടിക്കുന്ന ഒരു രീതി അത്ര ബെറ്റർ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുഖാവരണയൊക്കെ ഇട്ടു. ഇനി നമ്മൾ ഏത് കോളനിയാണ് നമ്മൾ തേൻ വിളവെടുക്കുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കണം. ഫസ്റ്റ്ലി ചെക്ക് ദ വിച്ച് കോളനി വി ആർ ഗോയിങ് ടു ഹാർവെസ്റ്റ്. അപ്പോൾ നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ തന്നെ വെയിറ്റുള്ള കോളനി നമുക്ക് തേനെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ മോശമില്ലാത്ത രീതിയിൽ 2ലും വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുന്നതിന് മുമ്പ് ഈ കോളനിയാണ് നമ്മളിപ്പോൾ നോക്കട്ടെ. ഇതിലിപ്പോൾ ഏറ്റവും വെയിറ്റ് കൂടുതൽ ഇതാണെന്ന് തോന്നുന്നു, ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, തേനുണ്ടോയെന്നൊക്കെ നോക്കണം. തേനില്ലെങ്കിൽ നമ്മൾ അടുത്ത കോളനിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം തേനുണ്ടെങ്കിൽ മാത്രം നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാലിക്കൂട് എന്ത് ചെയ്തു, അതേ സ്ഥാനത്ത് അതേ എൻട്രൻസിൻ്റെ പൊസിഷനിൽ വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്ത് പോകുന്ന ഈച്ചകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറിക്കോളും. ഈച്ചകൾ മറ്റു കൂടുതലിന് അറ്റാക്കിങ് ചെയ്യില്ല. കത്തി ഓക്കെ, അപ്പോൾ നമ്മൾ കത്തി എടുത്തിട്ട് ഇത് കോളനിയിൽ തേനുണ്ടോയെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് നല്ല ടൈറ്റ് ആയിരിക്കും പ്രപ്പോളിഷ്. അപ്പം ജസ്റ്റ് 2 സൈഡൊന്ന് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം, ഒന്ന് ലോക്ക് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നമുക്ക് തേൻ, ഈ ഭാഗത്ത് തേനുണ്ട്, അത്യാവശ്യം മുട്ടയൊക്കെ ഉണ്ട്. റാണി ക്യൂന് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂവിനെ കാണാനിടയായി. അപ്പോൾ ഈ ക്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോക്സിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയാൽ നമുക്ക് ഈ തേൻ കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ കഴിയും. ഇവർക്ക് ആവശ്യമുള്ള തേൻ ഓരോന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ടൂൾ എടുത്തു. സിമ്പിൾ മെത്തേഡാണ്. അപ്പോൾ റാണി നമ്മൾ കാണുകയാണ്. വീണില്ലേ, റാണി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് വളരെ സേഫായിട്ട് റാണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റാണി വളരെ സേഫായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇത് വളരെ തണലത്ത് ഇങ്ങനെ ജസ്റ്റ് കിടത്തി വെക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈച്ചയും കാര്യങ്ങളൊക്കെ ചത്തുപോകില്ല. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാം, ഇതിൽ കുറച്ച് ഈച്ചകളൊക്കെ ചത്ത് കിടക്കുന്നുണ്ട്. അത് വേറെ കോളനി വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോളനിത്തെ തേൻ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാം. അപ്പോൾ റാണി ഇവിടെ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാണി നഷ്ടപ്പെടുന്നുള്ള പേടിയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നു. വളരെ സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ സ്പൂണ് ഈ കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സൈഡൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം. ശരിക്കും അടിച്ചതാ, 2 സൈഡ് നമ്മൾ കട്ട് ചെയ്യുക. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിൽ വെക്കുക. അത്രേ പണിയുള്ളൂ. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട്
നിരപ്പുള്ളൊരു സ്ഥലത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അവിടെ ഇവിടെയും കുറച്ച് തേനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്. അപ്പോൾ ഈ കോളനിത്തെ പരിപാടി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ചെറിയ ഇതാ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടത്. ഇപ്പം നമ്മൾ തേൻ എടുത്തതിൻ്റെ അടിയിൽ കുറച്ച് ഹണി ഉണ്ട്. അപ്പോൾ ആ ഹണി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോട്ടൺ തുണിയും കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ റാണീൻ്റെ മേത്തൊന്നും ഈ തേനായിട്ട് ചാവില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, അത് സേഫായിട്ട് വെച്ചു. ഇനി നമ്മൾ വെച്ച സാധനത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെക്കുക. അതിനിപ്പോൾ നമുക്ക് റാണീനെ എന്താക്കണം, ഇതിലോട്ട് ഇറക്കണം. അപ്പോൾ ഇതാ റാണി ഇവിടെ സേഫായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സാവധാനം തുറക്കുക, റാണീനെ ഇതിലേക്ക് പതുക്കെ തട്ടിയിടുക. ഇതാ റാണീനെ കാണാൻ നിങ്ങൾക്ക്, ഇതിൻ്റെ ഉള്ളിലാണ് റാണി ഉള്ളത്. അപ്പോൾ റാണീനെ എന്ത് ചെയ്യുക, പതുക്കെ തട്ടണം. റാണീനെയും ഗെയിനീനെയും കുഞ്ഞീച്ചകളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക. അതാ റാണി സേഫായിട്ട് വീണു, റാണിക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ മിഷൻ എന്തായി, മിഷൻ സക്സസ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പഴയ പോലെ ഇതാ സിമ്പിളാണ്. ഇതെടുക്കുക, ഇവിടെ വെക്കുക, ഇത് നേരെ അടക്കുക. ഓക്കെ, ഇത് നേരെ തലയിൽ വേണ്ട കേട്ടോ. നമ്മൾ തൽക്കാലം ഇത് വെച്ചു. നമുക്ക് ഇപ്പുറത്തെ കോളനിയിൽ എന്താ സ്ഥിതി നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ കോളനിയിൽ എന്താ സംഭവിച്ചത്, ഇവിടെ നല്ല ഹോട്ടാണ്, ചൂടാണ്. അപ്പോൾ ഈ കോളനിയിൽ നിറയെ തേനുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ ചൂട് ശക്തമായിട്ട് ഡയറക്റ്റ് അടിച്ചിട്ട് തേൻ പൊട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ വൈകുന്നേരം ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ തേനിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടേനു. അപ്പോൾ ആ തേൻ ഞാൻ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ഇതിങ്ങനെ ചെരിച്ച് വെച്ചെടുത്തു. അഥവാ തേനുണ്ടെങ്കിൽ ഈ മൂലക്ക് വന്നോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ആ കോളനി നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ ധാരാളം തേനുണ്ട്. അപ്പം നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൽ ഈ ഭാഗത്തൊക്കെ തേനുണ്ട്, ഇതിലൊക്കെ തേനുണ്ട്. കണ്ട ഈ കുഞ്ഞീച്ചകളൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്നൊരു വിദ്യ പറയാം. അതിന് ആദ്യം നമുക്ക് റാണിയെ നോക്കാം. നമ്മൾ റാണീനെ നോക്കിയിട്ട് പെട്ടെന്ന് കാണലൊക്കെ ചെറിയ ടാസ്ക് പരിപാടിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, റാണി ഗൈനിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും, എല്ലാത്തിനും നമുക്ക് പിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൂടിൻ്റെ സ്ഥാനത്ത് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈച്ചകളൊക്കെ അങ്ങോട്ട് കയറിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് പണിയെടുക്കാം. ഇതിൽ ലേശം മെഴുകും എന്ത് ചെയ്യുക, ലേശം മെഴുകും തേച്ച് കൊടുക്കാം. ഈച്ചകൾ അതിലും കയറിക്കോളും. ഇപ്പം ഈ നിലവിലുള്ള തേൻ നമുക്ക് എന്ത് ചെയ്യണം, എടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്വസ്ഥമായിട്ട് സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് നമുക്ക് തേൻ എടുക്കാമെന്നുള്ളതാണ്. ഇതിൽ കുറച്ച് തേനായിട്ടുണ്ട്. അപ്പോൾ റാണി എവിടെയാണ് ഉള്ളതെന്ന് ഫസ്റ്റ് നോക്കട്ടെ. റാണി ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്, പക്ഷെ എവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നമുക്ക് ആയ തേന് ചടപടായി എടുക്കാം. റാണിയിലിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകാം, നമ്മളിത് കാണുന്നില്ല എവിടെയുള്ളതെന്ന്. അപ്പോൾ നമുക്കിത് പതുക്കെ ഹാർവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈച്ചകളൊക്കെ അവിടെ തന്നെ ആ കൂടെ തന്നെ കയറിക്കോളും. ഇതിൽ കുറേ ഈച്ചകളുണ്ട്. ആ ഈച്ചകളെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, റാണീനെ ഒരു നിലക്കും കാണാത്ത സ്ഥിതിക്ക് ഇത് പതുക്കെ സ്ലോയിൽ തേൻ പൊട്ടിക്കാം. അപ്പോൾ വളരെ സാവധാനം നമ്മൾ തേൻ പൊട്ടിക്കാൻ പോവാണ്. കണ്ടില്ലേ, തേന് പ്യുവറായിട്ടുള്ള ഹണി. ഇതാണ് ചെറുതേൻ. അപ്പോൾ ചെറുതേന് നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമുക്ക് തരാൻ കഴിയും. എത്ര വേണമെങ്കിൽ തരാൻ കഴിയില്ല, ഒരു ആവറേജ് നമ്മുടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ശുദ്ധമായ ചെറുതേൻ ആവശ്യമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും. കണ്ടില്ലേ, റാണീനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ തേനെടുക്കുന്നത്. റാണീനെ ഇതുവരെ നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല. അപ്പോൾ റാണി എടുക്കുന്ന കൂടുതൽ എന്താകാൻ പാടില്ല, മിസ്സാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 4 മൂലക്ക് നോക്കുകയാണ് റാണീനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ.
അപ്പോൾ നമ്മൾ ഇതിലത്തെ ഏകദേശം തേൻ എടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ തുണി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയാണ്, ഇങ്ങനെ തുടച്ച് എടുക്കുകയാണ്, ഒപ്പിയെടുക്കുകയാണ്. അപ്പോൾ തേനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിക്കോളൂ, ഇത് ഈ തുണിയിലേക്ക് വന്നോളൂ. അപ്പോൾ ഈ ഈച്ചകൾക്ക് എന്തില്ല, ഈച്ചകളുടെ മേത്ത് ഒട്ടിപ്പിടിക്കില്ല. തേന് റാണീൻ്റെ മേത്തൊക്കെ ഒരുപാട് നേരം ഒട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ റാണി ടയേർഡായി ക്ഷീണിച്ച് ഡെഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതാ ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലത്തെയും കൂടി ഇത്തിരിയും കൂടി തേൻ എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, ഇതിൽ കുറച്ച് തേനുണ്ട്. ഇതിൽ ചിലപ്പോൾ റാണി ഉണ്ടോയെന്ന് കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാണ് കുറേ കുഞ്ഞീച്ചകളുമുണ്ട്. ഈ തേൻ അവർക്ക് ഇരിക്കട്ടെ അല്ലേ, ഇത് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് പഴയ സ്ഥാനത്താണ്ടില്ലേ, ഈച്ചകൾ കണ്ടില്ലേ, ഈച്ചകൾ നമ്മൾ കാലിക്കൂട് വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് അതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കിയോ കേട്ടോ, ഈച്ചകൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, പഴയ സ്ഥാനത്ത് വെക്കുന്നു. ഇത്രേ പണിയുള്ളൂ. പഴയ സ്ഥാനത്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൽ ചൂട് തട്ടാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കവർ ചെയ്ത് വെക്കണം. അതിനിവിടെ നമ്മുടെ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഇതാ ഇത് കെട്ടി വെച്ചു. ഇത് നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് പൊതി കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് തന്നെ വെച്ചു. അപ്പോൾ 2 കൂട്ടത്തെ തേൻ നമ്മളിപ്പോൾ എടുത്തു. 2 കൂട്ടത്തെ തേൻ നമ്മളെടുത്തു. ഇനി നമുക്ക് അടുത്ത കൂട്ടിലേക്ക് പോകാം. കെട്ടയ്യോ, തേനാട്ടാ, അടിപൊളി തേൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ തേൻ കേട്ടാ. ഇത് നമുക്ക് ഇതിൽ തന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത്, ഇതിലിപ്പോൾ റാണിയില്ലാന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഇത് കൈകാര്യം ചെയ്യാം. ഇപ്പം നമ്മളെടുത്ത 3 കൂട്ടം നമുക്ക് റാണീന് സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതാ ഇത് നല്ല വലിയ വലിയ കുമ്പളകളാണ് ഇതിലുള്ളത്. വലിയ കുമ്പളകൾ, ഗംഭീര നല്ല തേന്. എന്താണ്ടില്ലേ, ഇതിപ്പോൾ ഇന്ന് മാർച്ച് 21, ഇന്ന് എത്രയാ, മാർച്ച് 21 തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഇതാ ശിബിൽ എങ്ങനെയുണ്ട്, തേൻ എങ്ങനെയുണ്ട്, ഷെയറായില്ലേ? നമ്മൾ ഇന്നാളെടുത്ത് ഡബിൾ ലെയറിൻ്റെ കൊടുത്ത തേനില്ലേ, അത് വീഡിയോ കിട്ടുന്നതാണ്. അപ്പം നല്ല വെയിൽ മാറിയിട്ട് തണലായിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ നമ്മൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതിലത്തെ എടുത്തു. ഇനി ഇതെന്ത് ചെയ്യുക, ഇതൊന്ന് ചാരി വെക്കാം. അപ്പോൾ തേനൊക്കെ അങ്ങോട്ട് ഊറി ആ സൈഡിൽ വന്നോളൂ. ഇനി നമുക്ക് ഈ കോളനിത്തെ എടുക്കണം. അപ്പോൾ ഇതിലെന്തില്ല, ഈ മുട്ട അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളെ ഫോർക്ക് അവിടെയുള്ളല്ലേ, മുട്ട വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. പക്ഷെ മുട്ട ഇല്ലാണ്ട് നമുക്ക് എടുക്കാമല്ലേ. മുട്ട അവിടെ തന്നെ നിൽക്കട്ടെ. ഇതിലിപ്പോൾ റാണി ഇല്ല കേട്ടോ. റാണി ഇതാ സേഫായിട്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നോക്കട്ടെ, റാണി റാണി ചിലപ്പോൾ ഇടയിൽ കൂടി മേലോട്ട് കയറി വരുന്നതൊക്കെ നോക്കണം കേട്ടോ. റാണിനെ കാണുന്നില്ലല്ലോ. റാണിനെ കണ്ടില്ല, നമ്മൾ ടെൻഷൻ അടിക്കട്ടാ. റാണി മുകളിൽ തന്നെ ഉണ്ടാവുന്നില്ലാണ് നമ്മുടെ പ്രതീക്ഷ. അതാ റാണിയുണ്ട്. റാണി മേൽക്കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് സേഫായിട്ട് ഇവിടെ തന്നെ നിന്നോട്ടെ, നമ്മൾ അതിനൊന്നും ശല്യം ചെയ്യുന്നില്ല. ഈ തേൻ ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഈ തേൻ ഇവിടെ കിടക്കട്ടെ. ഇത് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാം നമ്മളെടുത്താൽ മോശമല്ലേ. അപ്പോൾ അതാ ഈ ഭാഗത്തെ തേൻ നമ്മളെടുത്തു. ഓക്കെ, എന്നിട്ട് സ്പൂണും കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തോണ്ടി ക്ലിയർ ആയിട്ട് എടുക്കാം. ഓ മൈ ഗോഡ്, പീച്ചകളൊക്കെ താണ്ടില്ലേ ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് കയറി എടുത്തോളൂ. അപ്പോൾ അതാ ഈ തേൻ നമുക്ക് ഇതിൽ തന്നെ ശുദ്ധമായ ചെറുതേൻ കണ്ടില്ലേ, നല്ല ഔഷധ ഗുണമുള്ള ചെറുതേനാണിത്. കൂടുതലായിട്ടും പൂക്കളുടെ തേനാണ് ഇത് എടുക്കുക. അതുകൊണ്ട് തന്നെ വൻതേനേക്കാട് ഔഷധ ഗുണം കൂടുതലാനുള്ള സാധ്യത കൂടുതലാണ് ഈ ചെറുതേന്. വർഷത്തിലാകെ കണ്ടില്ല. ഇപ്പോൾ 4 നമ്മൾ 3ാമത്തെ കൂടൽ ഓപ്പൺ ആക്കുന്നത് 3 കൂട് നമുക്ക് ആകെ കിട്ടിയ ചെറുതേനാണിത്. അപ്പം ലഭ്യതയുടെ കുറവും പിന്നെ ഔഷധ ഗുണം അതാണ് ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. ഇതൊന്നും എപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. സീസൺ സമയത്ത് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പരസ്യം ഇടുമ്പം തന്നെ
സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു വാങ്ങും. അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ആയിട്ടോ തേൻ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. വിലയും ഡീറ്റെയിൽസും വേണ്ട, വിലയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആയിക്കോ. ഇതിപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഈ എടുത്ത തേൻ എന്ത് ചെയ്യും, സെയിലാവും. കാരണം അത്രമേൽ ആവശ്യക്കാരുണ്ട്. ഇപ്പം തന്നെ കുറേ പേര് പിന്നെ നമ്മൾ ചെറുതേം കഴിഞ്ഞതിന് ശേഷം ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതേം വേണം സ്ഥിരം ഉപയോഗിക്കുന്നവരെ. പക്ഷെ അന്ന് അവർക്ക് കൊടുക്കാൻ നമുക്ക് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഇന്നെടുക്കുന്ന തേന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ഈ പൂമ്പൊടിയൊക്കെ മിസ്സായ സാധനമാണ്. അപ്പോൾ നമ്മൾ ഒന്നും ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും പറഞ്ഞ ഇത് ആരും പ്രിയപ്പെട്ട തേനീച്ച കർഷകരെ, പുതുതായിട്ട് വരുന്ന കർഷകർ ആരും മറക്കരുത്. ഈ സംഗതി ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ ചാനൽ കൊണ്ടോ നമ്മുടെ വീഡിയോസ് കൊണ്ടോ അറിവ് കൊണ്ടോ എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് എഴുതി അറിയിക്കും കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനാണ്. ദിവസവും ഇതിനെപ്പറ്റി കൂടുതലായി അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതാം. എന്തെങ്കിലും ഉപകാരം ഈ ചാനൽ കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മതി. ഓക്കെ, അപ്പോൾ ഇതാ മുട്ട. ഈ മുട്ടയിലൊക്കെ ക്യൂൻസെല്ലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇതങ്ങനെ വെക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ ഇതും കൊണ്ട് തുടച്ചെടുക്കാം. ഇതിൽ ക്യൂൻസെൽ ഉണ്ടോയെന്നൊന്നും ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്ലീനായിട്ട് തുടച്ചു. ഈ മുട്ടയൊക്കെ വളരെ ബദ്ധസായിട്ട് വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ട്, അതൊക്കെ വെച്ചാൽ പരിഹരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞു. ആദ്യത്തെ തേൻ കംപ്ലീറ്റ് തേന് നമ്മൾ എടുത്തിട്ടുണ്ട്. അവർക്ക് മഴക്കാലത്ത് അതിജീവിക്കാനുള്ള തേൻ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും തേൻ എടുക്കുമ്പോൾ അല്പം തേനും പൂമ്പൊടിയൊക്കെ അതിൽ വെച്ച് കൊടുക്കുക. കംപ്ലീറ്റ് എടുക്കാതിരിക്കുക. കാരണം ഇതിന് നമ്മൾ ഫീഡിങ് ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് മഴക്കാലത്തൊക്കെ വേണ്ട തേന് നിർബന്ധമായിട്ടും വേണം. ഇനിയും തേൻ ശേഖരിച്ചോളും, പക്ഷേ പിന്നെ മഴയാട്ടം പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തേൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിലവിൽ നമ്മളെ റാണിക്കൂട്ടനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ റാണി വീണ്ടും മുകളിലോട്ട് കയറിയിന്. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. റാണിയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് തുറന്നു നോക്കാം. റാണി എവിടെയുള്ള കണ്ടു റാണി ഇതാ റാണി അതാ റാണിയിൽ വീണു. ഓക്കെ, അപ്പോൾ വളരെ സേഫായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, റാണീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റാണിക്ക് നമുക്ക് റൂട്ട് കാണിച്ചു കൊടുക്കും. റാണി മുട്ടലിൽ കറിക്കും. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, റാണി എന്തായി സേഫായി. അപ്പോൾ ഈ വിദ്യ നിങ്ങളെല്ലാവരും പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിദ്യകളൊക്കെ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, എല്ലാ അറിവുകളും എല്ലാ ആളുകളിലേക്ക് എത്തണം. പിന്നെ ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല കേട്ടോ. ഈ സാധനം ഞാൻ കണ്ടുപിടിച്ചതെന്നല്ല, വർഷങ്ങളായിട്ട് മുതിർന്ന കർഷകരൊക്കെ ഈ ഒരു വിദ്യ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ക്രെഡിറ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇതിൻ്റെ ക്രെഡിറ്റ് ആരാണോ ഉണ്ടാക്കിയത് അയാൾക്ക് കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ അടച്ചു, ടൈറ്റ് ചെയ്ത് അടിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തേൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് ഉറുമ്പ് കയറും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്ക് വെള്ളമൊക്കെ സെറ്റപ്പാക്കി വെക്കണം. അപ്പോൾ വീണ്ടും ഇത് വെച്ചു, മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് കോളനി ഉണ്ട്, അതും വേണം നമുക്കിപ്പം തന്നെ ചെയ്യാം. പക്ഷേ ഈച്ച കുറച്ച് വയലൻ്റ് ആണ്, അതുകൊണ്ട് നമുക്കിനി അടുത്ത കോളനി ഒന്ന് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ എടുത്തത് ആ കൂടും കൂടെ നമ്മൾ ഇന്നെടുത്ത ചെറുതേന് നമ്മൾ കുപ്പിയിലാക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ശുദ്ധമായ ചെറുതേന് ഇന്ന് രാവിലെ എടുത്ത ചെറുതേനാണ്. നല്ല സ്മെല്ലുണ്ട്, അടിപൊളി കളറ്. ഇപ്പോൾ ചെറുതേന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതേന് ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളെ ചെറുതേന് ഉറപ്പുവരുത്താം. ഓക്കെ, ആകെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ബന്ധപ്പെടുന്ന ആൾക്ക് ഈ സാധനങ്ങൾ തരും. ഓക്കെ, കൊറിയറായിട്ട് അയച്ചു തരും, അഡ്രസ്സ് അയച്ചു തന്നാൽ മതി. പിന്നെ ചെറുതേന് 100 ഗ്രാമിൻ്റെ ബോട്ടിലുണ്ട്, 250 ഗ്രാമിൻ്റെ ബോട്ടിലുണ്ട്. അതുപോലെ തന്നെ ഇത് 1/2 കിലോ ഉണ്ട്, 1/2 കിലോൻ്റെ ബോട്ടിലുണ്ട്, 1 കിലോൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താക്കിയാൽ മതി, എൻ്റെ വാട്സപ്പിൽ എത്ര ഗ്രാമാണ് എത്ര kg ആണെന്നുള്ളത് അറിയിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യും, വിലയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതിൻ്റെ വില കൊടുക്കും.
അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഇതിൻ്റെ വില കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വില നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്യുവർ സ്റ്റിംഗ്ലെസ് പീസ് ഹണി ചെറുതേൻ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരും.